മുടി വിട് നെക്കുമ്പോൾ മുടി വിട്, പൊന്നു വിട്. ആ ഹായ് ഒക്കെ കൊടുക്കാം അങ്ങോട്ട്, ഒന്ന് ഹായ് ഒക്കെ കൊടുക്കാം അങ്ങോട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ എല്ലാവരും ചോദിച്ചു ചേച്ചി QA ചെയ്തൂടെ എന്ന് ചോദിച്ചെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിന്ന് കോമൺ അല്ലാണ്ട് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ചേച്ചി വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ചേച്ചിയുടെ അമ്മ ഈ നാട്ടുകാരിയാണോ? അത് ഞാൻ അമ്മയും കൂടി ഇരുത്തി പറയാം. അമ്മ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇങ്ങനെ എടുക്ക. അയ്യോ, കുഞ്ഞെ വിളിച്ചോ? കുഞ്ഞ് എന്താ പറഞ്ഞേ? അപ്പൊ വേണ്ട, ഇതാണ് അമ്മ. അമ്മ വെസ്റ്റ് ബംഗാളാണ്, നാട്ടുകാരിയല്ല. അപ്പൊ ഞാൻ അമ്മയും കൂടി ഇരുത്തി എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും അമ്മ വന്നിട്ട് എത്ര വർഷമായി? 25 വർഷമായി. അപ്പം ഞാൻ ബംഗാളിലാണ് ജനിച്ചത്. 5 അനിയത്തി ഇവിടെ ജനിച്ചത്. എന്താ പറയാ, ഒരു ഹായ് പറഞ്ഞേരെ. ഹായ്, ഒരു ഹായ് പറ അങ്ങോട്ട്. ഹായ്. പിന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയുടെ വീട് എവിടാന്ന് ചോദിച്ചായിരുന്നു. എൻ്റെ വീട് പുനലൂര്, കൊല്ലം ജില്ലയിലെ പുനലൂരാണ് വീട്. പുനലൂർ മണിയാർ അഷ്ടമംഗലം. ചേച്ചിയുടെ ഡാൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി. ഐ വിൽ അപ്രിഷ്യേറ്റ്. എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇപ്പോഴും ചേച്ചി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പം എന്താ പറയുന്നത്, എല്ലാവരും എൻ്റെ അടുത്തൊരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് നേരിട്ടാണെങ്കിലും എൻ്റെ കുറേ ഫ്രണ്ട്സും അതേപോലെ കുറേ അനിയത്തിമാരും എല്ലാവരും ചോദിച്ചു, റിലേറ്റീവ്സ് സഹിതം ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിനക്ക് എവിടുന്ന ഇത്ര ധൈര്യം? റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണ്ടേ? നിന്നെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു അഹങ്കാരമായിട്ടോ, പക്ഷെ ചിലർ പറയും അത്രയും വയറും വെച്ച് അവൾക്ക് അഹങ്കാരം, അവൾക്ക് ഇതിനെപ്പറ്റി എന്തറിയാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം ഞാൻ ഹാപ്പി. 2, ഞാൻ കോൺഫിഡൻറ്റ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഡോക്ടറും പറഞ്ഞു ഇയാളെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെയാണോ ഇയാളെ കൊണ്ട് ചെയ്യാം. കാരണം നമ്മുടെ ബോഡിയാണ്, നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. ഓൾമോസ്റ്റ് എനിക്ക് ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് വീക്ക് ഡെലിവറി ഉള്ള എൻ്റെ 2-3 ഫ്രണ്ട്സുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരങ്ങനെ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്താ മനസ്സിലായി, ഞാൻ എന്താ അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഒരുപാട് പേർക്ക് അനങ്ങാൻ പോലും പറ്റാതിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയെന്നുണ്ടെങ്കിൽ അത് ദൈവം എൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ്. 2, എൻ്റെ ഹസ്ബൻഡ്. അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി അവനെ ലക്കി എന്ന് വിളിച്ചത് നിക്നെയിമാണ്. അവൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് വെച്ചാൽ, അവൻ്റെ യഥാർത്ഥ പേര് ശ്രീദർശൻ A അല്ലേ ശ്രീദർശ? പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ഇവിടെ എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി ബാംഗ്ലൂരാണ്. പിന്നെ ഞാൻ. അവിടെ നൻസേൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു പെങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഫെബ്രുവരിയിൽ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. എന്തുവാ, സുഖമാണ്. രാഹുൽ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. പിന്നെന്താ, ഡാൻസൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നില്ലയോ? ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമെന്നല്ല, ഒരു മത്സരം വരുന്നുണ്ട്. അതിലൂടെ നമ്മൾ അതിൽ തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കൊരു കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ അമ്പലത്തിലെ കൂട്ടായ്മ, ഭഗവത് ഭജൻസ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട്.
അതിനോടൊപ്പം തന്നെ എൻ്റെ ഡാൻസ് ക്ലാസ് ശ്രീനേത്ര ഓഗസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ വഴിയെ വരുന്നതായിരിക്കും. സപ്പോർട്ടീവ് ആണോ ചേച്ചി, അത് പറയാനുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി അല്ലെങ്കിൽ ഒരാളെ ഹസ്ബൻഡ് അത്രമേൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് സപ്പോർട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തുള്ളാനാണെങ്കിലും കറങ്ങാനാണെങ്കിലും, ഓൾമോസ്റ്റ് ഞാൻ 9th month 9ാമത്തെ മാസം ഞാൻ വയനാട് വരെ പോയി. അപ്പം പിന്നെ പറയണ്ടല്ലോ, എല്ലാം ചേട്ടൻ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ എനിക്കൊരു വിഷമം, ഞങ്ങൾ എന്താ പറയുക, ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചെത്തിയ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പം ഞാൻ അയ്യോ, അപ്പോൾ ഇനി ഒരു 10-13 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ട് ഞാൻ വിഷമത്തോടെ ചോദിച്ചപ്പം ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി 3 മാസം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അവൾക്ക് അഹങ്കാരമാണ്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റായിട്ടൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നഞ്ചേട്ടൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ കോൺഫിഡൻ്റ് ആണോ, ഞാൻ സപ്പോർട്ടാണ്. നീ കോൺഫിഡൻ്റ്, നീ ചെയ്യേ, നീ ആരെ നോക്കാനാ, നീ ചെയ്യേ, ഞാൻ സപ്പോർട്ടാണ്, നിന്നെ കൊണ്ട് പറ്റുമോ നീ ചെയ്യുമെന്ന് പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടീവാണ്. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് മെസ്സേജ് വന്നോന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നുമില്ല, വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. പക്ഷെ എന്നാലും നമുക്കറിയാവുന്നവരും നമുക്കറിയാത്തവരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഹായ്, സുഖമാണോ, ചേച്ചിയുടെ വീട് എവിടാ, പിന്നെ റെയറായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. എല്ലാവരും ചേച്ചി ഭയങ്കര പോസിറ്റീവാണോ, ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞു ഇത്രയും ഫ്രീഡമായിട്ട് നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാം അതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്, പോസിറ്റീവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ ഇത്രയും ഇതിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.